ഹായ് ഫ്രണ്ട്സ്. അയ്യോ എന്താണ്ട് മറന്നല്ല. ഹേയ് ഗൂഗിൾ, ടേൺ ഓൺ ഓഫീസ് ലൈറ്റ്സ്. ഇപ്പോൾ സെറ്റ്. ഇന്നത്തെ വീഡിയോ മടിയന്മാർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. മടിയന്മാരെന്ന് പറയാൻ പറ്റില്ല, കുഴി മടിയന്മാരെന്ന് തന്നെ പറയണം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹോംമേറ്റ് എന്ന ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓട്ടോമേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വലിയ ചിലവുള്ളൊരു കാര്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സ്മാർട്ട് എക്സ്റ്റൻഷൻ ബോക്സ്. ഈ ഒരു ബ്രാൻഡിന് 2 ടൈപ്പിലുള്ള എക്സ്റ്റൻഷൻസ് ആണ് വരുന്നത്. ഒന്ന് 4 സോക്കറ്റ് ഉള്ളതും മറ്റൊന്ന് 3 സോക്കറ്റും 3 USB പോർട്ടുള്ളതുമാണ്. 1.5 മീറ്ററാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ വയർ വരുന്നത്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത, യൂണിവേഴ്സൽ പ്ലഗ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ അഡാപ്റ്റേഴ്സും അമേരിക്കൻ അഡാപ്റ്റേഴ്സും പ്ലഗ് ഇൻ ചെയ്യാൻ കഴിയും. എക്സ്റ്റൻഷൻ കേബിൾ PC ഫ്ലെയിം റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡിവൈസ് ഫിസിക്കൽ സ്വിച്ച് വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വോയിസ് വഴിയും കൺട്രോൾ ചെയ്യാൻ കഴിയും. സാധാരണ നമ്മുടെ വീടൊക്കെ ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് ഹബ്ബ് ഉപയോഗിച്ചാണ് ഡിവൈസസ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് അങ്ങനെ ഒരു ഹബ്ബിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലായിട്ട് ഈ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് കുറഞ്ഞ ചിലവിൽ തന്നെ യൂസ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഡിവൈസ് ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. കൂടാതെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR ബോക്സിൽ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്ര വോൾട്ടേജ് ആണ് ഉപയോഗിക്കുന്നത് അത് കൃത്യമായി നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഈ സ്മാർട്ട് എക്സ്റ്റൻഷൻ കറണ്ടിലേക്ക് പ്ലഗ് ചെയ്യാം. അതിനുശേഷം ബോക്സിൽ കൊടുത്തിരിക്കുന്ന QR സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാളേഷൻ കാണിക്കുന്നുണ്ട്. ഹോംമേഡ് സ്മാർട്ട് എന്ന ആപ്ലിക്കേഷന് ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റുകളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും. നമുക്ക് ഇൻസ്റ്റാളേഷൻ കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഡിവൈസിലുള്ള ബട്ടൺ 3 സെക്കൻഡ്സ് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് റീസെറ്റായി വരുന്നത് കാണാം. ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിന്ന് കാണാം. ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എഗ്രി കൊടുക്കുക. അതിനുശേഷം സൈനപ്പ് എന്ന ഓപ്ഷനിൽ കൊടുക്കുക. സൈനപ്പിൽ നമുക്ക് കൺട്രി ഇന്ത്യ തന്നെ കാണിക്കും. മെയിൽ അഡ്രസ്സ് കൊടുക്കുക, എഗ്രി കൊടുക്കുക, വെരിഫിക്കേഷൻ ചോദിക്കും. അതിനുശേഷം എഗ്രി കൊടുക്കുക. ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും. ഓൾറെഡി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനൊരു ID ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ക്യാൻസൽ കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ മെയിൽ ID-യിലേക്ക് ഒരു 4 അക്കത്തിൽ ഒരു പിൻകോഡ് വരും. ആ പിൻകോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതിനുശേഷം സൈനപ്പ് ചെയ്യാം. നമുക്ക് പിന്നീട് ചോദിക്കുന്ന നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കാം. അലോ ഹോംമേഡ് സ്മാർട്ട് ടു സെൻഡ് യു നോട്ടിഫിക്കേഷൻ എന്നാണ്. നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഫോണിലേക്ക് തരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അലോ കൊടുക്കേണ്ടി വരും. അതിനുശേഷം ബ്ലൂടൂത്തും ലൊക്കേഷനും ഓണാക്കി ചെയ്യേണ്ടതായിട്ട് വരും. ഫോണിൻ്റെ ബ്ലൂടൂത്തും ലൊക്കേഷനും ഓണാക്കേണ്ടി വരും. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കുകയായിരിക്കും ഏറ്റവും പ്രിഫറബിൾ. അതിനുശേഷം നമുക്ക് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഡിവൈസ് വയ്ക്കും. ആ ഡിവൈസ് നമുക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ
ഈ ഒരു കമ്പനിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതെല്ലാം ഈ ഒരൊറ്റ മൊബൈൽ ആപ്പ് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കിത് സ്മാർട്ട് എക്സ്റ്റൻഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ റീസെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റീസെറ്റ് ആയിട്ടില്ല. ഓൾറെഡി നമുക്ക് ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി. ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്നുകൂടെ ചെയ്താൽ മതി. ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് അമർത്താം. നമുക്ക് ഇവിടെ ഒരു താഴെ ഒരു എഗ്രി ചെയ്യേണ്ടതുണ്ട്. ഒരു സർക്കിളിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ട്. കൺഫേം ദ ഇൻഡിക്കേറ്റർ ഇസ് ബ്ലിങ്കിങ് റാപ്പിഡ്ലി. അതായത് നമുക്ക് ഈ ലൈറ്റ് ഇൻഡിക്കേറ്റർ റാപ്പിഡ്ലി ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓൾറെഡി അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് കൺഫർമേഷൻ കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വൈഫൈയുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈയുടെ പാസ്വേഡാണ് ചോദിക്കുന്നത്. നമ്മൾ വൈഫൈയുടെ പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ആഡായി വരുന്നത് കാണാം. 1 devices being added എന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട്. നിലവിൽ സക്സസ്ഫുള്ളി ആഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ റീനെയിം കൊടുക്കാം. സ്മാർട്ട് എക്സ്റ്റൻഷൻ എന്നാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന നെയിം. അങ്ങനെ തന്നെ കൊടുക്കാം. നമുക്ക് താഴെ ഡൺ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു മോഡൽ തന്നെ നമ്മുടെ ഫോണിൽ ലഭിച്ചു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഫിസിക്കൽ അപ്പിയറൻസ് അതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയറിലുള്ള ഇതിൻ്റെ അപ്പിയറൻസും. ഇതിൽ ഫസ്റ്റ് നമുക്ക് പവർ ബട്ടൺ വരുന്നത്, അതുപോലെ തന്നെ ഇതിനകത്തും പവർ ബട്ടൺ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സോക്കറ്റ് 4 സോക്കറ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 4 സോക്കറ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് ഓൺ ആയിരിക്കുന്ന പൊസിഷനാണ്. രണ്ടാമത്തെ ഓൺ ചെയ്യാം, മൂന്നാമത്തെ ഓൺ ചെയ്യാം, നാലാമത്തെ ഓൺ ചെയ്യാം. അതുപോലെ തന്നെ ഓഫ് ചെയ്യാനായിട്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് ഓരോ ഡിവൈസസും റീനെയിം ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ സ്വിച്ച് നമുക്ക് റീനെയിം ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു പെന്നിൻ്റെ ബട്ടണുണ്ട് ഈ സൈഡിൽ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് 4 എന്ന് കാണിക്കുന്നത്. നമുക്ക് അവിടെയാണ് നമ്മൾ ഈ മൊബൈലിൻ്റെ ചാർജർ കുത്തുന്നത്. സ്വിച്ച് 4 ആണ്. മൊബൈൽ ചാർജർ ഒന്ന് റീനെയിം കൊടുക്കാം. മൊബൈൽ ചാർജർ 1 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് സേവ് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ചാർജിങ് കാണിക്കുന്നുണ്ട്. ഇവിടെ ചാർജിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം. ഓഫായിട്ടുണ്ട്. ഓൾറെഡി ചാർജ് കാണിക്കുന്നുണ്ട്. നമുക്കങ്ങനെ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് ഓണാക്കോ ഓഫാക്കോ ചെയ്യാൻ കഴിയും. ഒരുമിച്ച് ഓഫാക്കണമെങ്കിലും കഴിയും. ഒരുമിച്ച് ഓണാക്കാനും ഒരുമിച്ച് ഓഫാക്കാനും കഴിയും. ഒരുമിച്ച് ഓണാക്കാനും ഒരുമിച്ച് ഓഫാക്കാനും കഴിയും. അതുപോലെ ഇതിൻ്റെ എനർജി മാനേജ്മെൻറ്റ് ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്ഥിരമാണ് കാണിക്കുന്നത്. നമുക്ക് ഉപയോഗിച്ചത് കൃത്യമായിട്ട് കറണ്ട്, അതുപോലെ പവർ, വോൾട്ടേജ്, ടോട്ടൽ കിലോ വാട്ടും കാണിക്കും. പലപ്പോഴും നമ്മൾ വീടിന് പുറത്ത് പോകുന്ന സമയത്ത് പല ഉപകരണങ്ങളും ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മനസ്സിൽ വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്നുകിൽ വീട്ടിൽ വിളിച്ചു ചോദിച്ചോ അല്ലെങ്കിൽ തിരികെ വീട്ടിൽ ചെന്നോ ഉറപ്പുവരുത്തേണ്ട സാഹചര്യം വരാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് ഈ ഒരു ഡിവൈസ് ഉപകാരപ്പെടും. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഈ ഒരു ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഐറ്റവും ഓൺ ആണോ എന്ന് സ്റ്റാറ്റസ് അറിയാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഓഫ് ആക്കാൻ കൂടി കഴിയും. ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ജയ്, തേർഡ് സെക്യൂരിറ്റി സൊല്യൂഷൻസ്.